മീഡിയസിലേക്ക് സ്വാഗതം. പാട്രിയോട്ട് ഇറങ്ങാൻ വെറും 6 ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. മമ്മൂട്ടിയുടെ ഇന്നത്തെ ഇൻ്റർവ്യൂവിലെ വാക്കുകൾ വൈറലാവുകയാണ്. സാധാരണഗതിയിൽ മമ്മൂട്ടി ഒരു വാക്ക് പറഞ്ഞാൽ അത് നമുക്ക് ഉറപ്പാണ്, അങ്ങനെ തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ പാട്രിയോട്ടിനെ കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അതിലെ സിനിമയിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നരസിംഹത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു സംഭവമായിരിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വരുന്നത്. വേറെ ഒന്നുമല്ല, നരസിംഹത്തിൽ വന്നു പോകുന്ന ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ വർഷങ്ങളായിട്ടുള്ള അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്നു. ഒരുപക്ഷെ ഈ ഒരു സിനിമയ്ക്ക് ഉപരി ഈ ഒരു സിനിമയ്ക്ക് മുകളിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് മമ്മൂട്ടി മോഹൻലാൽ ഇവരുടെ രണ്ടുപേരുടെയും സൗഹൃദത്തിൻ്റെ കഥയായിരിക്കാം ഇനി വരുന്ന തലമുറയ്ക്ക് ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം. എന്തായാലും പാട്രിയോട്ടിൻ്റെ പ്രതീക്ഷ ഭയങ്കരമാണ് എന്ന് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, മമ്മൂട്ടി അത്ര ഗംഭീരമായിട്ടുള്ള ഒരു വർത്തമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കമൻറ്റാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമയിൽ തീർച്ചയായും ഗൂസ് ബംസ് ഉണ്ടാകുന്ന നിമിഷങ്ങളുണ്ടാകും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഈ രണ്ട് കഥാപാത്രങ്ങളെ തന്നെ നമ്മൾ കാണുമ്പോൾ അവരുടെ ആ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കാം കയ്യടി നേടുന്നത്. തീർച്ചയായും കയ്യടിക്കും എന്നുള്ള ലെവലിൽ തന്നെയാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മലയാളത്തിൽ മെയ് ദിനത്തിൽ ഇവിടെ ഒരു 100 കോടി പിറക്കാൻ പോകുന്നു. എന്തായാലും കത്തിച്ച് പോകുന്ന ഒരു കാര്യം തന്നെ കാണിക്കാം. അതായത് മമ്മൂട്ടിയും മോഹൻലാലും നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഇത് ഒരു ഒന്നൊന്നര സംഭവമായിരിക്കാം. ഒരുപക്ഷെ ഈ ഒരു നിമിഷം വരെ ഇതിന് പ്രത്യേകിച്ച് വലിയ ഹൈപ്പുകളൊന്നും ആർക്കും തോന്നിയിട്ടുണ്ടാകില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കില്ല. വരും ദിവസങ്ങളിൽ സിനിമ റെക്കോർഡ് വേഗത്തിൽ 100 കോടി കടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താണേലും മമ്മൂട്ടിയുടെ ആ ഒരു വാക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. 55 മിനിറ്റോളം, അതായത് എമ്പുരാനിൽ മോഹൻലാൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സമയമാണ് മോഹൻലാൽ ഈ ഒരു പടത്തിലുണ്ടാവുക. അപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇനിയുമുണ്ട് മമ്മൂട്ടിയുടെ മോഹൻലാലിനെ കുറിച്ചുള്ള കമൻറ്റുകൾ. എത്ര സന്തോഷവും സൗഹൃദപരവുമായാണ് ഇവർ തമ്മിലെന്നുള്ളത് ഫാൻസുകാരും തിരിച്ചറിയുക. അപ്പോൾ കാത്തിരിക്കാം. അതിഗംഭീരമായ അതിശക്തമായ മികച്ച ഒരു കഥയ്ക്കും മികച്ച ഒരു സിനിമയ്ക്കും വേണ്ടി തീർച്ചയായും അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന പ്രകടനം മലയാളത്തിലെ എണ്ണം തികഞ്ഞ 4 നടന്മാരെത്തുന്നു. അതിൽ തന്നെ കാട്ടുകൊമ്പന്മാർ 2 പേർ മുന്നിൽ നിൽക്കുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഡേ മീഡിയാസ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. അടുത്ത മാസം നമ്മൾക്ക് തീ ആളിക്കത്തിക്കണം.